ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിജീസ് ലെക്ചറിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സെക്ഷൻ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. നമ്മൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ 4 വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തു. ഒരു റിവിഷൻ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ട് എന്താണ് പാർട്ട് 5ലേക്ക് വരിക. ഇതൊരു കണ്ടിന്യൂവേഷൻ സെക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ പാർട്ട് 4 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് അത്രയും 4 വീഡിയോസ് നിങ്ങൾ കാണുക. പിന്നെ നമ്മളൊരു റിവിഷൻ വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആ 4 വീഡിയോസിൽ പറഞ്ഞ കണ്ടന്റ് ഒറ്റ ഒരു വൺ ഷോട്ടിൽ നമ്മൾ ആ വീഡിയോയിൽ സെറ്റ് ആക്കുന്നുണ്ട്. ഇനി അതിന്റെ ബാക്കി കണ്ടിന്യൂവേഷൻ ആണ് പാർട്ട് 5ൽ നമ്മൾ എടുത്തു പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഈ സെക്ഷൻസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ റെഡി ആണ് എന്ന് കരുതുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇവിടെ വരെയാണ്. 1947 വരെ നമ്മൾ എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സോട് കൂടി നമ്മൾ 1947ലേക്ക് കയറുകയാണ്. അപ്പം ഞാൻ ആ കൃത്യമായിട്ടുള്ള ഡേറ്റിന്റെ ആ ഒരു ചാർട്ടൊക്കെ നിങ്ങൾക്ക് തന്നിരുന്നു. 1940 ഓഗസ്റ്റ് ഓഫർ വരുന്നു. അതിനുശേഷം 1942 മാർച്ച് 22 നമ്മുടെ ക്രിപ്സ് മിഷൻ എത്തുന്നു. അതിനുശേഷം എന്താണ് 1942 എന്താണ് ക്രിപ്സ് മിഷൻ എത്തുന്നു. അതോടൊപ്പം തന്നെ എന്താണ് 1945 വേവൽ പ്ലാൻ വരുന്നു അല്ലെ. വേവൽ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടിയാണ് 1946 മാർച്ച് 24 ക്യാബിനറ്റ് മിഷനും എത്തുന്നു. അങ്ങനെ എന്താണ് ക്യാബിനറ്റ് മിഷന്റെ അംഗങ്ങൾ 3 പേരെയൊക്കെ നമ്മൾ പരിചയപ്പെടുന്നു. അങ്ങനെ എന്താണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുകയാണ് ജവഹർലാൽ നെഹ്റു. അത് 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നു. അന്ന് അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം 1947 ജനുവരി 22 അത് സഭ പാസ്സാക്കുകയാണ്. ജൂലൈ 22 ദേശീയ പതാക അംഗീകരിക്കുകയാണ്. ഇന്ത്യക്ക് ഒരു ദേശീയ പതാക വേണമെന്ന് പറഞ്ഞുകൊണ്ട് ദേശീയ പതാക അംഗീകരിക്കുകയാണ്. അങ്ങനെ എന്താണ് ഓഗസ്റ്റ് 14 എന്താണ് വിഭജന ശേഷം ആദ്യമായിട്ട് സമ്മേളിക്കുകയാണ് അല്ലേ. അപ്പൊ ഇത്രയും ഡേറ്റ് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയതാണ്. ഓഗസ്റ്റ് 14 വിഭജന ശേഷം സമ്മേളിച്ചു. ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെറ്റാക്കി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വിഭജന ശേഷം എന്താണ് നമ്മൾ ആദ്യമായിട്ട് സമ്മേളിച്ചു. അപ്പൊ വിഭജന ശേഷം എന്ത് സംഭവിച്ചു എന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാവരും നോക്കിയോളൂ. വിഭജന ശേഷം 90 അംഗങ്ങൾ എന്ത് ചെയ്തു, പാകിസ്ഥാനിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ടോട്ടൽ എത്ര അംഗങ്ങളാണ്? 389 അംഗങ്ങളാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചു. ഈ 389 അംഗങ്ങളിൽ 296 അംഗങ്ങൾ പ്രവിശ്യയിൽ നിന്നും ബാക്കി അംഗങ്ങൾ ബാക്കി എത്രയാണ്? 90 അംഗങ്ങൾ എവിടെ നിന്നാണ്? നമ്മുടെ നാട്ടുരാജ്യത്തിൽ നിന്നാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ഈ 389 അംഗങ്ങൾ ഉണ്ടായിരുന്ന ഭരണഘടനാ നിർമ്മാണ സഭയാണ്. പക്ഷെങ്കിൽ എന്താണ് സംഭവിച്ചത്? വിഭജന ശേഷം 90 ആളുകൾ എന്ത് ചെയ്തു? 90 അംഗങ്ങൾ പാകിസ്ഥാനിലേക്ക് പോവുകയാണ്. അപ്പൊ അങ്ങനെ വിഭജന ശേഷം 90 അംഗങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകുമ്പോൾ വിഭക്ത ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങൾ എത്രയാണ്? 299 ആണ്. വിഭജനം നടന്നതിന് ശേഷം 90 അംഗങ്ങൾ പാകിസ്ഥാനിലേക്ക് പോവുകയും അങ്ങനെ വിഭക്ത ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 299 ആളുകൾ ആകുകയാണ്. 90 ആളുകൾ അങ്ങ് പോയാൽ 389 നിന്ന് 90 ആളുകൾ പോയാൽ വിഭക്ത ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 299 ആളുകൾ ആകുകയാണ്. ആ 299 ആളുകളിൽ 229 ആളുകൾ പ്രവിശ്യയിൽ നിന്നുള്ള ആളുകളാണ്. ബാക്കി 70 പേര് നാട്ടുരാജ്യത്തിൽ നിന്നുള്ള ആളുകളാണ്. അപ്പൊ ഇതാണ് കൃത്യമായിട്ടുള്ള കണക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒന്നുകൂടി ഇവിടെ ഒന്ന് വരച്ച് കാണിച്ചു തരാം. വിഭജന ശേഷം 90 ആളുകൾ പോയി. ടോട്ടൽ 389 ആളുകൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ വിഭജന ശേഷം എത്ര പേരാണ് പോയത്? 90 പേര് പോവുകയാണ്, പാകിസ്ഥാനിലേക്ക് പോവുകയാണ്. അങ്ങനെ വിഭക്ത ഇന്ത്യയില് അങ്ങനെ വിഭക്ത ഇന്ത്യയില് ഉള്ള ഭരണഘടനാ നിർമ്മാണ സഭയില് ടോട്ടൽ അംഗങ്ങൾ എത്ര ആയിട്ട് മാറുകയാണ്? 299 അംഗങ്ങളായിട്ട് മാറുകയാണ്. അപ്പൊ ഇപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര പേരുണ്ട്? 299 പേരുണ്ട്. മനസ്സിലായോ? ഇപ്പൊ കറന്റ്ലി ഭരണഘടനാ നിർമ്മാണ സഭയിൽ 299 പേരുണ്ട്. വിഭജന ശേഷം ആ 299 പേരില് 229 പേര് എവിടെ നിന്നാണ്? 229 പേര് പ്രവിശ്യയിൽ നിന്നുള്ള ആളുകളാണ്. 229 പേര് പ്രവിശ്യയിൽ നിന്നുള്ള ആളുകളാണ് അല്ലെ.
ബാക്കിയുള്ള 70 പേര് എവിടെ നിന്നാണ്? 70 പേര് നാട്ടുരാജ്യത്തിൽ നിന്നുള്ള ആളുകളാണ്. 70 പേര് നാട്ടുരാജ്യത്തിൽ നിന്നുള്ള ആളുകളാണ്. 70 പേര് നാട്ടുരാജ്യത്തിൽ നിന്നുള്ള ആളുകളാണ്. അപ്പൊ ഇതാണ് കണക്ക്. ഇതാണ് ആ കണക്ക് എന്ന് പറയുന്നത്. ഈ കണക്ക് സെറ്റായോ? അപ്പോ ഇത്രയും ആളുകൾ ഇപ്പോൾ 299 ആളുകൾ 299 ആളുകൾ ടോട്ടൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. സെറ്റാണല്ലോ. അങ്ങനെ 1947 ഓഗസ്റ്റ് 29-ന് ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുകയാണ്. ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് രൂപീകരിക്കാനായിട്ട് ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വരികയാണ്. അതെന്താണ് വരുന്നത്? 1947 ഓഗസ്റ്റ് 29-നാണ്. ഓഗസ്റ്റ് 29-നാണ്. റെഡി ആവുന്നുണ്ടല്ലോ? അപ്പൊ ആ ഡേറ്റ് നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കണം. ആ ഡേറ്റ് കണക്ട് ചെയ്ത് പഠിക്കണം. അതായത് 1947 എന്ന വർഷം നമ്മൾ എടുക്കുമ്പോൾ അതിൽ ഒരുപാട് ഡേറ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. 1947 ആദ്യം പഠിക്കേണ്ട ഡേറ്റ് ജനുവരി 22 അന്നാണ് നമ്മളുടെ ലക്ഷ്യപ്രമേയം സഭ പാസാക്കി. ജൂലൈ 22 ഞാനിത് വീണ്ടും റിവിഷൻ ചെയ്ത് നിങ്ങൾക്ക് സെറ്റ് ആകാൻ വേണ്ടിയാണ് കേട്ടോ. ജൂലൈ 22 എന്ത് ചെയ്യുന്നു? ജൂലൈ 22 നമ്മുടെ ദേശീയ പതാക അംഗീകരിക്കുകയാണ്. അങ്ങനെ ഓഗസ്റ്റ് 14 നമ്മൾ എന്ത് ചെയ്തു? വിഭജന ശേഷം ആദ്യം സമ്മേളിക്കുകയാണ്. അതിനുശേഷം ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുകയാണ്. അത് ഓഗസ്റ്റ് 29-നാണ്. എല്ലാവരും ഇന്ന് നമ്മൾ പഠിച്ച ആദ്യത്തെ ഡേറ്റ് ഇതാണ്. ഇന്ന് നമ്മൾ ഒരുപാട് ഡേറ്റ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ആദ്യ ഡേറ്റ് ഓഗസ്റ്റ് 29 അതായത് ഭരണഘടനാ നിർമ്മാണ സഭ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുകയാണ്. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചതാണ് ഓഗസ്റ്റ് 29-ന്. 1947 ഓഗസ്റ്റ് 29-ന്. അപ്പൊ ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നറിയാമോടാ? ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ 7 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഈ 7 അംഗങ്ങളുടെ പേരും നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പം ആദ്യമായിട്ട് ഭരണഘടനയിലേക്ക് അല്ലെങ്കിൽ ഭരണഘടന പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടായിരിക്കും ഈ പേരുകൾ പഠിച്ചു വെക്കാൻ. പക്ഷെ നിങ്ങൾ സെറ്റ് ആക്കുക. മെല്ലെ നിങ്ങൾ എന്താണ് റെഡി ആയിക്കോളും. അത് യാതൊരു സംശയവുമില്ല. മെല്ലെ നിങ്ങൾ എന്ത് ചെയ്യും? മെല്ലെ നിങ്ങൾ സെറ്റ് ആകും. അതിലൊരു സംശയവുമില്ല. അപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആദ്യത്തെ അംഗമാണ് ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഭരണഘടനയുടെ ശില്പി എന്ന് അദ്ദേഹം അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ്. കാരണം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ഡോക്ടർ BR അംബേദ്കർ. ഇതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ഡോക്ടർ BR അംബേദ്കർ. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഭരണഘടനയുടെ ശില്പി, അദ്ദേഹം എന്താ അറിയപ്പെടുന്നത്? ഭരണഘടനയുടെ ശില്പി എന്നല്ലേ? അതുകൊണ്ടാണ്. ഇനി രണ്ടാമത്തെ വ്യക്തിയാണ് KM മുൻഷി. അപ്പം ഡോക്ടർ BR അംബേദ്കർ, KM മുൻഷി, അതിനുശേഷം അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. പേരുകൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ നമുക്ക് പഠിച്ചു വെക്കണം കേട്ടോ. അല്ലാടി കൃഷ്ണസ്വാമി അയ്യരുണ്ട്. മുഹമ്മദ് സാദുള്ളയ്ക്ക് ശേഷം ഗോപാലസ്വാമി അയ്യങ്കാർ. പിന്നെ DP ഗെയ്ത്താന് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗമായിരുന്നു എങ്കിലും അദ്ദേഹം മരണപ്പെടുകയാണ്. അങ്ങനെ DP ഗെയ്ത്താൻ മരണപ്പെടുന്നതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ മരണശേഷം ആര് വരികയാണ്? TT കൃഷ്ണമാചാരി വരികയാണ്. ആരാ വരുന്നത്? TT കൃഷ്ണമാചാരി വരികയാണ്. അടുത്ത നോക്കൂ, BL മിത്തർ. ഏഴാമത്തെ അംഗമാണ് ആര്? BL മിത്തർ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ BL മിത്തറിന്റെ രാജിക്ക് ശേഷം ആര് വരുന്നു? മാധവറാവു വരുന്നു. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതായത് ഒന്ന് എന്താണ്? DP ഗെയ്ത്താൻ, അദ്ദേഹത്തിന്റെ മരണശേഷം ആരാണ് എത്തിയത്? TT കൃഷ്ണമാചാരിയാണ്. ഇനി BL മിത്തർ, അദ്ദേഹം നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ച ശേഷം ആ സ്ഥാനത്തേക്ക് ആരാണ് എത്തിയത്? ആ സ്ഥാനത്തേക്ക് മാധവറാവു ആണ് എത്തിയത്. വരുന്നു.
അപ്പൊ ഇങ്ങനെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 അംഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. 7 അംഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. നോക്കടാ, 7 അംഗങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ നോക്കൂ, ഞാനിവിടെ കൃത്യമായിട്ട് എഴുതാം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിങ്ങളിത് നോട്ട്ബുക്കിലേക്ക് എഴുതണം. അങ്ങനെ എഴുതിയേ പേര് പഠിക്കത്തുള്ളൂ കേട്ടോ. എഴുതിയേ പേര് പഠിക്കത്തുള്ളൂ. കുറച്ച് സമയം എടുക്കും ഇത്. വേഗം നമുക്കിത് പഠിച്ചെടുക്കാം. അങ്ങനെയുള്ള ഒരു ഇതിൽ നിങ്ങൾ വരരുത്. നമുക്ക് സമയം എടുത്ത് മെല്ലെ പഠിക്കാം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആദ്യം മനസ്സിലാക്കുക. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് അല്ലെ രൂപീകരിക്കാനായിട്ട് 1947 വർഷം പഠിച്ചോണേ. ഓഗസ്റ്റ് ഡേറ്റ് പഠിച്ചോണേ. ഓഗസ്റ്റ് എത്രയാണ്? 29-നാണ്. ഓഗസ്റ്റ് 14-ന് ശേഷം നിങ്ങൾ പഠിക്കേണ്ട അടുത്ത ഡേറ്റ് ആണ് ഓഗസ്റ്റ് 29. 1947 ഓഗസ്റ്റ് 29-ന് വരികയാണ്. ആ 7 അംഗങ്ങൾ ചേർന്നുകൊണ്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആദ്യ അംഗമായിരുന്നു BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ ഭരണഘടനയുടെ ശില്പി എന്ന് വിളിച്ചത് അല്ലെ. ഇതിന്റെ ചെയർമാൻ ആണ്, ചെയർമാൻ. അടുത്ത രണ്ടാമത്തെ അംഗമാണ് KM മുൻഷി. എൻ്റെ കൂടെ നോട്ട്ബുക്കിൽ എഴുതൂ. അപ്പൊ നിങ്ങൾക്ക് ഈ പേരുകളൊക്കെ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ പഠിച്ചിരിക്കും. എൻ്റെ കൂടെ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയാൽ ഈ ക്ലാസ് കഴിയുന്നതിന് മുൻപ് നിങ്ങൾ ഈ പേരുകൾ പഠിക്കും, യാതൊരു സംശയവുമില്ല. മൂന്നാമത്തെ ആളായിരുന്നു, നിങ്ങൾ ഓർത്തെടുത്തെന്ന് പറഞ്ഞേ, ആരാണ്? അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. മൂന്നാമത്തെ അംഗമായിരുന്നു അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. മൂന്നാമത്തെ അംഗമാരാണ്? അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ആണ്. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. നാലാമത്തെ വ്യക്തി ആരാണ്? ഓർത്ത് പറഞ്ഞേടാ. മുഹമ്മദ് സാദുള്ള. നാലാമത്തെ അംഗമാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ. നാലാമത്തെ അംഗമാണ് മുഹമ്മദ് സാദുള്ള. അഞ്ചാമത്തെ അംഗമാരാണ്? അഞ്ചാമത്തെ അംഗം പെട്ടെന്ന് ഓർത്തെടുത്തേടാ. മുഹമ്മദ് സാദുള്ളയ്ക്ക് ശേഷം ആരാണ്? DP ഗെയ്ത്താൻ എത്തുകയാണ് അല്ലെ. DP ഗെയ്ത്താൻ ഉണ്ട്. DP ഗെയ്ത്താൻ അദ്ദേഹം മരണപ്പെടുകയാണ്. അങ്ങനെ DP ഗെയ്ത്താന്റെ മരണശേഷം അതിനു മുമ്പ് ഒരാളൂടെ ഉണ്ടടാ. DP ഗെയ്ത്താന് മുമ്പേ അഞ്ചാമത്തെ അംഗമായിട്ട് ഒരാളുണ്ട്, ഞാനത് മറന്നു. ഗോപാലസ്വാമി അയ്യങ്കാർ ഉണ്ട് കേട്ടോ. ഗോപാലസ്വാമി അയ്യർ അല്ലേ. ഗോപാലസ്വാമി അയ്യങ്കാർ. യെസ്. ഗോപാലസ്വാമി അയ്യങ്കാർ. അങ്ങനെ അടുത്ത ആറാമത്തെ അംഗമായിട്ട് ആര് വരികയാണ്? DP ഗെയ്ത്താൻ വരികയാണ്. DP ഗെയ്ത്താൻ മരണപ്പെടുന്നു. അങ്ങനെ DP ഗെയ്ത്താന്റെ മരണശേഷം DP ഗെയ്ത്താന്റെ മരണശേഷം ആര് വരികയാണ്? TT കൃഷ്ണമാചാരിയാണ് വരുന്നത്. TT കൃഷ്ണമാചാരി. ഏഴാമത്തെ അംഗമായിരുന്നു ആര്? BL മിത്തർ. അപ്പൊ DP ഗെയ്ത്താൻ, അതിനുശേഷം BL മിത്തർ. ഈ BL മിത്തർ അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം രാജിവെക്കുകയാണ്. അദ്ദേഹം BL മിത്തർ രാജിവെച്ചതിനെ തുടർന്ന് മാധവ റാവു വരികയാണ്. മാധവ റാവു. റെഡിയാണല്ലോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളും അവരുടെ ഡീറ്റെയിൽസും കൃത്യമായി നിങ്ങൾ പഠിച്ചിരിക്കണം. ഞാനിത് ഇങ്ങനെ ഓരോ അംഗങ്ങളുടെയും പേര് ഇവിടെ എഴുതി വെച്ച് നിങ്ങൾക്ക് അത് മൈൻഡിലേക്ക് പെട്ടെന്ന് തന്നെ കയറാൻ വേണ്ടിയാണ്. നിങ്ങളും എൻ്റെ കൂടി നോട്ട്ബുക്കിൽ എഴുതി ഇത് വെക്കുക. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി 1947 ഓഗസ്റ്റ് 29-നാണ് വരുന്നത്. അതിൽ 7 അംഗങ്ങൾ. അതിന്റെ ചെയർമാനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. പിന്നെ രണ്ടാമത്തെ അംഗം KM മുൻഷിയാണ്. അല്ലാടി കൃഷ്ണസ്വാമി അയ്യരുണ്ട്. പിന്നെ മുഹമ്മദ് സാദുള്ളയുണ്ട്. ഗോപാലസ്വാമി അയ്യങ്കാർ ഉണ്ട്. പിന്നെന്താണ് നമ്മുടെ DP ഗെയ്ത്താൻ, അദ്ദേഹത്തിന്റെ മരണശേഷമാണ് TT കൃഷ്ണമാചാരി. BL മിത്തർ അദ്ദേഹത്തിന്റെ രാജിവെച്ചതിന് ശേഷം തുടർന്ന് ആര് വരികയാണ്? മാധവ റാവു വരികയാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചല്ലോ, നല്ലപോലെ പഠിച്ചു. ഇനി നോക്കടാ, 1947 നവംബർ 17 ഈ ഡേറ്റ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ്. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം
ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി സമ്മേളിക്കുകയാണ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി സമ്മേളിക്കുകയാണ്. അപ്പൊ അത് എന്നാണ് 1947 നവംബർ 17-നാണ്. അപ്പൊ 1947 നവംബർ 17-ന് സ്വാതന്ത്ര്യത്തിന് ശേഷം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുണ്ടല്ലേ, ആ ഭരണഘടനാ നിർമ്മാണ സഭ നിയമസഭയായിട്ട് സമ്മേളിക്കുകയാണ്. അപ്പൊ നോക്കടാ, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ഇപ്പൊ രണ്ടായിട്ട് മാറുകയാണ്. എന്താണ്? ഭരണഘടനാ നിർമ്മാണ സമിതി രണ്ടായിട്ട് മാറുന്നു. എങ്ങനെയൊക്കെയാണ്? ഒന്ന് ഭരണഘടനാ നിർമ്മാണ സഭയായിട്ടും രണ്ട് നിയമനിർമ്മാണ സഭയായിട്ടും. കാരണം അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നിയമങ്ങൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമങ്ങളാണ് അല്ലെ. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ ഭരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന നിയമങ്ങളായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. അപ്പൊ ആ നിയമങ്ങളൊക്കെ മാറ്റി പുതിയ നിയമങ്ങൾ, ഇന്ത്യക്കാരെ തന്നെ ഭരിക്കുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിയമനിർമ്മാണ സഭ രൂപീകരിക്കുകയാണ്. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സമിതി രണ്ടായിട്ട് മാറുന്നു. ഒന്ന് ഭരണഘടനാ നിർമ്മാണ സഭയായിട്ടും പിന്നെ നിയമനിർമ്മാണ സഭയായിട്ടും മാറുകയാണ്. അപ്പം ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിട്ട് രാജേന്ദ്ര പ്രസാദ് വരുന്നു. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? നമ്മുടെ രാജേന്ദ്ര പ്രസാദ് ആണ് അല്ലെ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അദ്ദേഹത്തിനെ ഡിസംബർ 11-നാണ് അധ്യക്ഷനായിട്ട് നിയമിക്കുന്നത്. ആ ഡേറ്റ് ഉൾപ്പെടെ നമ്മൾ പഠിച്ചു. 1946 അല്ലെ, നമ്മൾ ആ ഡേറ്റ് ഉൾപ്പെടെ പഠിച്ചതാണ്. അപ്പം ഡിസംബർ 11-നാണ് അങ്ങനെ സംഭവിക്കുന്നത്, അദ്ദേഹത്തിന് ആ സ്ഥാനം കൊടുക്കുന്നത്. ഇനിയും 1947 നവംബർ 17-നാണല്ലോ നിയമനിർമ്മാണ സഭ വരുന്നത്. ആ നിയമനിർമ്മാണ സഭയെ കോർഡിനേറ്റ് ചെയ്യാൻ, ആ നിയമനിർമ്മാണ സഭയെ നിയന്ത്രിക്കാനായിട്ട് ഒരു സ്പീക്കർ പദവി കൊടുക്കുകയാണ്. ഒരു സ്പീക്കറിനെ നിയമിക്കുകയാണ്. അതെന്തിനു വേണ്ടിയാണ് സ്പീക്കറിനെ നിയമിക്കുന്നത്? നിയമനിർമ്മാണ സഭയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ അതാരായിരുന്നു സ്പീക്കർ? GV മാവുലങ്കർ ആയിരുന്നു. കൃത്യമായിട്ട് പേരോർത്തു വെക്കണം. GV മാവുലങ്കർ. കൃത്യമായിട്ട് പേരോർത്തു വെക്കടാ, GV മാവുലങ്കർ. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായോ? നിയമനിർമ്മാണ സഭയുടെ സ്പീക്കറായിട്ട് GV മാവുലങ്കർ വരുന്നു. നിയമനിർമ്മാണ സഭയുടെ സ്പീക്കർ ആരാണ്? GV മാവുലങ്കർ. നിയമനിർമ്മാണ സഭയുടെ സ്പീക്കറായിട്ട് GV മാവുലങ്കർ വരികയാണ്. നിയമനിർമ്മാണ സഭയുടെ സ്പീക്കർ. അപ്പൊ നിയമനിർമ്മാണ സഭയുടെ സ്പീക്കറായിട്ട് GV മാവുലങ്കർ എത്തുകയാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഞാൻ ഒന്നുകൂടി ഇതൊന്ന് പറഞ്ഞുതരാം. 1947 ഓഗസ്റ്റ് 2 ഡേറ്റുകൾ പഠിക്കണം. ഒന്ന് 14 എന്താണ്? വിഭജന ശേഷം ആദ്യമായി സമ്മേളിച്ചു. 2 1947 ഓഗസ്റ്റ് 29. ആ ഓഗസ്റ്റ് 29-ന് സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതി നിയമനിർമ്മാണ സഭയായിട്ട് അംഗീകരിക്കുകയാണ്, അല്ലെങ്കിൽ സമ്മേളിക്കുകയാണ്. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭയുമുണ്ട്, നിയമനിർമ്മാണ സഭയുമുണ്ട്. ആ നിയമനിർമ്മാണ സഭയുടെ നിർമ്മാണ സഭയെ കോർഡിനേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യാനായിട്ട് സ്പീക്കർ എത്തുന്നു. അങ്ങനെ നിയമനിർമ്മാണ സഭയുടെ സ്പീക്കറാണ് GV മാവുലങ്കർ. നിയമനിർമ്മാണ സഭയുടെ സ്പീക്കറാണ് GV, പേര് പഠിച്ചോ, GV മാവുലങ്കർ. അപ്പൊ ഭരണഘടന നിർമ്മാണ സമിതി രണ്ടായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയായിട്ട് നിയമനിർമ്മാണ സഭയായിട്ട് മാറുന്നു. നിയമനിർമ്മാണ സഭയുടെ സ്പീക്കറാണ് GV മാവുലങ്കർ. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ സെറ്റായോ? അപ്പൊ ആ ഡേറ്റ് മുതലേ നിങ്ങൾ ഓർത്തിരിക്കണം. 1946 അല്ലെങ്കിൽ 1940 ഓഗസ്റ്റ് ഓഫർ മുതൽ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ഓഗസ്റ്റ് ഓഫർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് ഓർത്തു വെക്കണം. അപ്പൊ 1947 ഓഗസ്റ്റ് വരെ ആയിട്ടുണ്ട്. റെഡി ആണല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ വേഗം തന്നെ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. നോക്കിക്കേ, വേഗം നോക്കടാ. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വിവിധ കമ്മിറ്റികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് രൂപം തയ്യാറാക്കി. അപ്പൊ നോക്കുകയാണ്, ഈ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുകയാണ്. അങ്ങനെ ആദ്യ ഡ്രാഫ്റ്റ് എന്നാണ് തയ്യാറാക്കുന്നത്? നോക്കടാ, അങ്ങനെ ആദ്യ ഡ്രാഫ്റ്റ് എന്നാണ് 1948 ഫെബ്രുവരിയിലാണ് ആദ്യ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നത്.
ആദ്യ ഡ്രാഫ്റ്റ്. അപ്പൊ 1948 ഫെബ്രുവരിയിൽ ആദ്യ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയതിനു ശേഷം കരട് ചർച്ച ചെയ്യാനും ഭേദഗതികൾ നിർദ്ദേശിക്കാനും ഇന്ത്യയിലെ ജനങ്ങൾക്ക് 8 മാസത്തെ സമയം അനുവദിക്കുകയാണ്. അതായത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് രൂപം തയ്യാറാക്കുകയാണ്. അങ്ങനെ തയ്യാറാക്കിയതിനു ശേഷം ഈ തയ്യാറാക്കിയ ആദ്യ ഡ്രാഫ്റ്റ് രൂപം ഇന്ത്യയിലെ എല്ലാ ജനങ്ങളിലേക്കും പത്രങ്ങളിലൂടെയൊക്കെ എത്തിക്കുകയാണ്. എന്നിട്ട് ജനങ്ങളോട് എന്താണ് അവരുടെ നിർദ്ദേശം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ എന്താണ് അവരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഭേദഗതികൾ നിർദ്ദേശിക്കാനൊക്കെ എന്താണ് സമയം അനുവദിക്കുകയാണ്. എത്ര മാസമാണ് അനുവദിച്ചത്? 8 മാസത്തെ സമയം അനുവദിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യ ഡ്രാഫ്റ്റ് ജനങ്ങളോട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചോദിച്ചതേ ഉള്ളൂ. പക്ഷെ എന്താണ് ജനഹിത പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ല. അല്ലെങ്കിൽ ജനങ്ങളുടെ എന്താണ് എല്ലാ ജനങ്ങളുടെ അംഗീകാരം ലഭിച്ചിട്ടേ ഇത് മുന്നോട്ട് പോകും. അങ്ങനെയുള്ള ജനഹിത പരിശോധനയ്ക്കൊന്നും വിധേയമാക്കിയിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കണം. ഒരു തവണ ചോദിച്ചിട്ടുള്ളതാണിത്. ജനഹിത പരിശോധനയ്ക്ക് വിധേയമാക്കി ചുവടെ കൊടുത്ത പ്രസ്താവന ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ഒരിക്കലും ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആദ്യ ഡ്രാഫ്റ്റ് 1948 ഫെബ്രുവരിയിൽ തയ്യാറാക്കിയ ആദ്യ ഡ്രാഫ്റ്റ് ജനങ്ങൾക്ക് 8 മാസത്തെ സമയം അനുവദിച്ചു. എന്തിനു വേണ്ടിയാണ്? കരട് ചർച്ച ചെയ്യാനും നിർദ്ദേശങ്ങൾ അറിയിക്കുവാനും വേണ്ടിയാണ്. പക്ഷെ ജനഹിത പരിശോധനയ്ക്ക് എന്താണ് വിധേയമാക്കിയിട്ടില്ല. ഇനി അങ്ങനെ ആ 8 മാസത്തെ സമയം അനുവദിച്ചതിനു ശേഷം രണ്ടാമത്തെ ഡ്രാഫ്റ്റ് എന്താണ് വരിക? രണ്ടാമത്തെ ഡ്രാഫ്റ്റ് രൂപീകരിക്കുകയാണ്. രണ്ടാമത്തെ ഡ്രാഫ്റ്റ് എന്നാണ് രൂപീകരിച്ചത്? 1948 ഒക്ടോബറിൽ രണ്ടാമത്തെ ഡ്രാഫ്റ്റ് വരുന്നു. അങ്ങനെ അന്തിമ ഡ്രാഫ്റ്റ് വരികയാണ്. അന്തിമ ഡ്രാഫ്റ്റ് നവംബറിലാണ് എത്തുന്നത്. 1948 നവംബർ 4 അന്തിമ ഡ്രാഫ്റ്റ് അഥവാ തേർഡ് ഡ്രാഫ്റ്റിനെയാണ് നമ്മൾ അന്തിമ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ആ അന്തിമ ഡ്രാഫ്റ്റ് വരികയാണ് 1948 നവംബർ 4. നമ്മള് കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കണം. ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് ആണ് തയ്യാറാക്കിയത്. അപ്പൊ നമ്മൾ ഒരു നിയമമോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ നമ്മൾ സഭയിൽ ചർച്ച ചെയ്യുമ്പോൾ അത് സഭയിൽ 3 തവണ വായിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കണം. എത്ര തവണയാണ്? സഭയിൽ അത് 3 തവണ വായിക്കും എന്നുള്ളതാണ്. 3 തവണ വായിക്കും സഭയിൽ. അപ്പം അന്തിമ ഡ്രാഫ്റ്റ് 1948 നവംബർ 4 അന്തിമ ഡ്രാഫ്റ്റ് രൂപീകരിക്കുന്നു. അതില് ആദ്യ വായനയും നടക്കുന്നത് അന്ന് തന്നെയാണ്. സഭയിൽ ആദ്യ വായനയും അന്ന് തന്നെ നടക്കുകയാണ്. ഇത്രയും കാര്യം സെറ്റായോ നിങ്ങൾക്ക്? അപ്പൊ ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒട്ടും ഉണ്ടാവരുത്. കൃത്യമായി ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ രൂപീകരിക്കുകയാണ്. ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് രൂപീകരിക്കാനായി 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുകയാണ്. എന്താണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ പഠിച്ച മറ്റൊരു വർഷം കൂടെയുണ്ട്. 1947 നവംബർ 14 അന്നാണ് നമ്മൾ നിയമസഭയുടെ നിയമസഭയുടെ ഭരണഘടനാ നിർമ്മാണ സഭയും നിയമനിർമ്മാണ സഭയും ആ നിയമനിർമ്മാണ സഭയുടെ സ്പീക്കറായിട്ട് GV മാവലങ്കർ എത്തുകയാണ്. ഇനി നിങ്ങൾ അടുത്ത ഓർത്തിരിക്കേണ്ടത്, അങ്ങനെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ ആദ്യ ഡ്രാഫ്റ്റ് പുറത്തിറക്കുകയാണ്. ആദ്യ ഡ്രാഫ്റ്റ് 1948 ഫെബ്രുവരിയിലാണ് ആദ്യ ഡ്രാഫ്റ്റ് പുറത്തിറക്കുന്നത്. ഭരണഘടനയുടെ ആദ്യ ഡ്രാഫ്റ്റ് 1948 ഫെബ്രുവരിയിൽ ആദ്യ ഡ്രാഫ്റ്റ്. അങ്ങനെ ആദ്യ ഡ്രാഫ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു 8 മാസത്തെ സമയം അനുവദിക്കുകയാണ്. ആർക്ക്? ജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ അറിയിക്കാനും കരട് ചർച്ച ചെയ്യാനും 8 മാസം. പക്ഷെ ജനഹിത പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ല. അങ്ങനെ 8 മാസത്തെ സമയം അനുവദിച്ചു. അങ്ങനെ 1948 ഒക്ടോബർ മാസത്തില് രണ്ടാം ഡ്രാഫ്റ്റ് പുറത്തുവിടുകയാണ്. രണ്ടാം ഡ്രാഫ്റ്റ് തയ്യാറാക്കുകയാണ്. രണ്ടാം ഡ്രാഫ്റ്റ് ഫസ്റ്റ് ഡ്രാഫ്റ്റ്, സെക്കൻഡ് ഡ്രാഫ്റ്റ്. അങ്ങനെ സെക്കൻഡ് ഡ്രാഫ്റ്റും തയ്യാറാക്കി 1948 നവംബർ 4 അന്തിമ ഡ്രാഫ്റ്റ് പുറത്തിറക്കുകയാണ്. അങ്ങനെ 1948 നവംബർ 4 ഭരണഘടനയുടെ അന്തിമ ഡ്രാഫ്റ്റ്
തയ്യാറാകുകയും അതില് സഭയിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു നിയമങ്ങളും ഇത്തരത്തിലുള്ള ഡ്രാഫ്റ്റുകളൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ അത് സഭയിൽ 3 തവണ വായിക്കണം. അതില് ആദ്യ വായനയും നടക്കുകയാണ്. നവംബർ 4-ന് സഭയിൽ ആദ്യ വായന, ഈ ഡ്രാഫ്റ്റിന്റെ ആദ്യ വായന നടക്കുകയാണ്. 3 തവണയാണ് വായിക്കേണ്ടത്. അതിലെ ആദ്യ വായന അന്ന് തന്നെ നടക്കുകയാണ്. ഇത്രയും ഡേറ്റുകൾ സെറ്റായോടാ, വേഗം പറയൂ. റെഡിയല്ലേ? ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇനിയും രണ്ടാം വായന നടക്കണം അല്ലെ? ഈ രണ്ടാം വായന എന്ന് പറഞ്ഞാല് ക്ലോസ് ബൈ ക്ലോസ് പരിഗണന. നോക്കൂ, രണ്ടാം വായന എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ക്ലോസ് ബൈ ക്ലോസ് പരിഗണനയാ. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, എന്താ ഈ ക്ലോസ് ബൈ ക്ലോസ് പരിഗണന? എടാ, ക്ലോസ് ബൈ ക്ലോസ് പരിഗണന എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ആർട്ടിക്കിളും എടുത്തു വെച്ച് നോക്കടാ, ഓരോ ആർട്ടിക്കിളും എടുത്തു വെച്ച് പരിശോധിക്കും. അപ്പൊ അത്രയും വലിയൊരു പ്രോസസ്സാണ് രണ്ടാം വായന എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഓരോ ആർട്ടിക്കിളും എടുത്തു വെച്ച് പരിശോധിച്ച് അത്തരത്തിലുള്ള ഒരു പരിശോധനയാണ്, ക്ലോസ് ബൈ ക്ലോസ് പരിഗണനയാണ്. അപ്പോൾ 1948 നവംബർ 15-ന് ആരംഭിച്ച രണ്ടാം വായന എന്ന് വരെയായിരുന്നു 1949. ഇവിടെ വർഷം മാറി, ഒരു വർഷം, ഏകദേശം ഒരു വർഷം എടുത്തു. 1948 നവംബർ 15-ന് ആരംഭിച്ച് 1949 ഒക്ടോബർ 17-നാണ് രണ്ടാം വായന പൂർത്തീകരിക്കുന്നത്. അപ്പൊ ഏകദേശം ഒരു വർഷം എടുത്തുള്ള വായനയാണ് അല്ലെ? അങ്ങനെ ഒക്ടോബർ 17 ഓർക്കണേ, ഒക്ടോബർ 17 1949 അന്ന് രണ്ടാം വായന പൂർത്തീകരിച്ചു. അങ്ങനെ മൂന്നാം വായന വരികയാണ് 1949 നവംബർ 14-ന് മൂന്നാം വായന വരുന്നു. 1949 നവംബർ 14-ന് മൂന്നാം വായന. നവംബർ 14 എന്ന് പറഞ്ഞാൽ ശിശുദിനമല്ലേ? അപ്പൊ ശിശുദിനത്തിന് മൂന്നാം വായന എന്ന് ഓർത്തു വെക്കടാ, ഡേറ്റ് ഓർത്തു വെക്കാൻ പറഞ്ഞതാണേ. മൂന്നാം വായന വരികയാണ്. അപ്പൊ അങ്ങനെ മൂന്നാം വായനയും വന്നിട്ട് ഈ ഡ്രാഫ്റ്റ് രൂപത്തിന് അംഗീകാരം ലഭിക്കുന്നത്, അതായത് ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് രൂപം സഭ അംഗീകരിക്കുന്നത് 1949 നവംബർ 26-നാണ്. ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ് ആണിത്. 1949 നവംബർ 26-ന് ഭരണഘടനയുടെ ഈ ഡ്രാഫ്റ്റ് രൂപം, അതായത് ആദ്യ ഡ്രാഫ്റ്റ് തയ്യാറാക്കി, രണ്ടാം ഡ്രാഫ്റ്റ്, മൂന്നാം ഡ്രാഫ്റ്റ് തയ്യാറാക്കി, അതിന്റെ വായന, ആദ്യ വായന, രണ്ടാം വായന, മൂന്നാം വായനയും കഴിഞ്ഞിട്ടുള്ള ഈ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് രൂപം സഭ അംഗീകരിക്കുകയാണ് 1949 നവംബർ 26-ന്. ഇനിയും ഇതിന്റെ കൂടെ, ഈ ടോപ്പിക്കിന്റെ കൂടെ പറഞ്ഞു പോകേണ്ടതാണ്, ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നോ, ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പരാമർശിച്ച ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് നസറുദ്ദീൻ അഹമ്മദ്. അദ്ദേഹം പറയുകയാണത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അല്ല, ഇത് ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റിയാണ് എന്ന് അദ്ദേഹം പരാമർശിക്കുകയാണ്. നസറുദ്ദീൻ അഹമ്മദ് ആണ് കേട്ടോ, നസറുദ്ദീൻ അഹമ്മദ് പേര് പഠിച്ചോണേ. നസറുദ്ദീൻ അഹമ്മദ് പേര് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നസറുദ്ദീൻ അഹമ്മദ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് അദ്ദേഹം പരാമർശിക്കുകയാണ്. അപ്പോ 1949 നവംബർ 26 ഇപ്പൊ നമ്മൾ വന്നു നിൽക്കുന്നത്. ആ ഡേറ്റിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. അതാണ് നമ്മുടെ ഭരണഘടനാ ദിനമായിട്ട് ദേശീയ ഭരണഘടനാ ദിനമായിട്ട് നമ്മൾ കൊണ്ടാടുന്നതെന്നാണ്. സോ നോക്കിക്കോളൂ, 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുകയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം. ചോദിക്കും, ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം 1949 നവംബർ 26. അന്ന് തന്നെയാണ് ദേശീയ നിയമദിനമായിട്ട് ആചരിക്കുന്നത്. അന്ന് തന്നെയാണ് ദേശീയ ഭരണഘടനാ ദിനം. ഇപ്പോൾ ദേശീയ ഭരണഘടനാ ദിനത്തിനെ നമ്മൾ ഇപ്പോൾ സംവിധാൻ ദിവസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓർത്തു വെച്ചോ, ഇപ്പോൾ ദേശീയ ഭരണഘടനാ ദിനം സംവിധാൻ ദിവസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. പറഞ്ഞത് മനസ്സിലായോടാ? എന്താ പറഞ്ഞത്? എടാ, ദേശീയ ഭരണഘടനാ ദിനം ഇപ്പോൾ സംവിധാൻ ദിവസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ആ പോയിന്റ് ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഇനിയും നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയ ഏക ഡേറ്റ് ആണിത്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയ ഏക ഡേറ്റ്, ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയ
ഏക ഡേറ്റ്, ആമുഖത്തിലുള്ള ഏക ഡേറ്റ് ആണ് 1949 നവംബർ 26. നവംബർ 26 എന്നുള്ളത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏക ഡേറ്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് പറഞ്ഞേ. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? അടുത്ത ഡേറ്റിലേക്ക് പോവാം. അതിനു മുമ്പ് ഇത്രയും കാര്യം മനസ്സിലായോ? ഞാൻ ഒന്ന് റിവിഷൻ ചെയ്യാം. ഞാൻ ഒന്നുകൂടി പറയാം. അപ്പൊ നിങ്ങൾക്ക് സെറ്റ് ആകും. വലിയ ബുദ്ധിമുട്ടില്ല, ഞാൻ പറയാം. നോക്കൂ, വളരെ എളുപ്പമാണ്. എടാ, 1947 കാലഘട്ടം നിങ്ങൾ ഓർക്കണം. അവിടെ മുതലാണ്, അതിനു മുമ്പേ ഉണ്ട്, പക്ഷെ ഇപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ മുതൽ നമുക്ക് തുടങ്ങാം. 1947 ഓൾറെഡി 3 ഡേറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, അതവിടെ കിടക്കട്ടെ. ഇന്ന് നമ്മൾ പഠിച്ചത് ഓഗസ്റ്റ് 29. അന്നാണ് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപപ്പെടുന്നത്. അന്ന് 7 അംഗങ്ങളുമായിട്ട് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എത്തുകയാണ്. അങ്ങനെ നവംബർ 17 നിങ്ങൾ ഓർക്കണം. നവംബർ 17 എന്താ സംഭവിച്ചത്? ഭരണഘടനാ നിർമ്മാണ സഭ അത് നിയമനിർമ്മാണ സഭയായിട്ട് എത്തുന്നു. അവിടെ നിയമനിർമ്മാണ സഭയുടെ സ്പീക്കറായിട്ട് ജി വി മാവുലങ്കർ എത്തുകയാണ്. അങ്ങനെ 1947 നവംബർ 17 ജി വി മാവുലങ്കർ എന്താണ് ഇതിന്റെ നിയമനിർമ്മാണ സഭയുടെ സ്പീക്കറായിട്ട് എത്തുകയാണ്. ഇനിയും ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്താണ് ഭരണഘടനയുടെ ആദ്യ ഡ്രാഫ്റ്റ് രൂപീകരിക്കുകയാണ്. അതെന്താണ്? അത് അടുത്ത വർഷത്തിലാണ് എന്നുള്ള കാര്യം ഓർക്കണേ. അതായത് 1948 ഫെബ്രുവരിയിൽ ഫസ്റ്റ് ഡ്രാഫ്റ്റ് തയ്യാറാക്കുകയാണ്. അങ്ങനത്തെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞ് 8 മാസ സമയം ജനങ്ങൾക്ക് നൽകുകയാണ് അഭിപ്രായങ്ങൾ അറിയിക്കാൻ. ഓർക്കൂ, ജനഹിത പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ല. അങ്ങനെ 1948 8 മാസ സമയം ജനങ്ങൾക്ക് നൽകി. 1948 ഒക്ടോബർ മാസം ഓർക്കണേടാ, ഒക്ടോബർ മാസത്തിൽ സെക്കൻഡ് ഡ്രാഫ്റ്റ് പുറത്തിറക്കുകയാണ്. സെക്കൻഡ് ഡ്രാഫ്റ്റ്. അങ്ങനെ 1948 നവംബർ 4 തേർഡ് ഡ്രാഫ്റ്റ് പുറത്തിറക്കുകയാണ്. സഭയിൽ ആദ്യ വായന നടക്കുന്നു. ഈ ഡ്രാഫ്റ്റ് രൂപത്തിന്റെ ആദ്യ വായന സഭയിൽ നടക്കുകയാണ്. അങ്ങനെ ആദ്യ വായന നവംബർ 4 നടക്കുന്നു. രണ്ടാം വായന എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം എടുത്താണ്. കാരണം ക്ലോസ് ബൈ ക്ലോസ് പരിഗണനയാണ്. ഓരോ ആർട്ടിക്കിളും എടുത്താണ് അവിടെ പരിശോധിക്കുന്നത്. അത് രണ്ടാം വായന 1948 നവംബർ 15 മുതൽ ഒരു വർഷം എടുത്തു. 1949 ഒക്ടോബർ 17 വരെ എടുത്താണ് രണ്ടാം വായന. ഇനി മൂന്നാം വായന ഞാൻ ഓർത്തിരിക്കാൻ പറഞ്ഞു. 1949 നവംബർ 14, ശിശുദിനമെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഓർത്തിരിക്കാൻ വേണ്ടി ഡേറ്റ്. നവംബർ 14 മൂന്നാം വായനയാണ്. അങ്ങനെ മൂന്നാം വായനയും കഴിഞ്ഞ് 1949 നവംബർ 26 എന്ത് ചെയ്യാണ്? നമ്മുടെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് രൂപം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുകയാണ്. അപ്പൊ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് രൂപം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത് 1949 നവംബർ 26 അതുകൊണ്ട് ഈ ദിനം നമ്മൾ ദേശീയ ഭരണഘടനാ ദിനം, ഇപ്പോൾ അത് സംവിധാൻ ദിവസമായിട്ട് അറിയപ്പെടുന്നു. ഇത് തന്നെയാണ് ദേശീയ നിയമദിനം. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയ ഏക ഡേറ്റ് ആണ് നവംബർ 26. ഇതൊക്കെ നിങ്ങൾ പ്രത്യേകതകളായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഒന്ന് റിവിഷൻ ചെയ്തോ? റിവിഷൻ ആയോടാ? മനസ്സിലായോ? കോൺസെപ്റ്റ് റെഡി ആണോ? വേഗം പറയണേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി അടുത്ത വർഷത്തിലേക്ക് വരികയാണ്. അടുത്ത വർഷമാണ് 1950 ജനുവരി 24. അപ്പൊ ഞാൻ വേഗം ഒന്ന് പറയാം. നിങ്ങൾ 1947 പഠിക്കേണ്ട ഡേറ്റ് ജനുവരി 22, ജൂലൈ 22, ഓഗസ്റ്റ് 14, ഓഗസ്റ്റ് 29, പിന്നെ അത്രയുമാണ്. 1948 നിങ്ങൾ പഠിക്കേണ്ടത് ഫെബ്രുവരി മാസം ഡേറ്റ് ഇല്ല. ഫെബ്രുവരി മാസം ഫസ്റ്റ് ഡ്രാഫ്റ്റ്, ഒക്ടോബർ മാസം സെക്കൻഡ് ഡ്രാഫ്റ്റ്, തേർഡ് ഡ്രാഫ്റ്റ് നവംബർ 4 ആദ്യ വായന അന്ന് തന്നെയാണ്. അതിനുശേഷം നിങ്ങൾ നവംബർ 15 മുതൽ 1949 ഒക്ടോബർ 17 വരെ രണ്ടാം വായന. മൂന്നാം വായന 1949 നവംബർ 14, പിന്നെ 1949 നവംബർ 26 കൂടി ഓർത്തു വെക്കുക.
റെഡിയാണല്ലോ. ഇനി 1950 നിങ്ങൾ 3 ഡേറ്റുകളാണ് ഓർത്തു വെക്കേണ്ടത്. 1950 നിങ്ങൾ 3 ഡേറ്റ് ഓർത്തു വെക്കണം. ഒന്ന് ജനുവരി 24 ആണ്. ഒന്ന് ജനുവരി 24. എന്താ ഓർത്തിരിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ഡേറ്റ് ഒന്ന് ഓർത്തു വെക്ക്. ഒന്ന് ജനുവരി 24, മറ്റൊന്ന് ജനുവരി 26, മറ്റൊന്ന് എത്രയാണ്? ജനുവരി 28. ഈ ജനുവരിയിലെ ഈ 3 ദിവസങ്ങൾ നിങ്ങൾ 1950 ബന്ധപ്പെട്ട് ഈ 3 ദിവസങ്ങൾ ഓർത്തു വെക്കണം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ 3 ദിവസങ്ങൾ ഓർത്തു വെക്കണം. അപ്പൊ ദാ നോക്കൂ, 1950 ജനുവരി 24 അന്ന് എന്താണ് സംഭവിച്ചത്? എടാ, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനമാണ്. നമ്മുടെ ഭരണഘടന എല്ലാം റെഡിയായി, ഇനി അവസാനമായിട്ടൊന്ന് സമ്മേളിക്കണം അല്ലെ? അപ്പൊ ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനമാണ്. അപ്പൊ അന്ന് അവസാന സമ്മേളനത്തിൽ നമുക്കറിയാം, ഇപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 299 പേരാണുള്ളത്. കാരണം 90 പേര് വിഭജന ശേഷം പാകിസ്ഥാനിലേക്ക് പോയി. ഇപ്പൊ 299 പേരേ ഉള്ളൂ. പക്ഷെങ്കിൽ അന്ന് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനത്തിൽ കുറച്ചു പേര് വന്നില്ല. അപ്പോൾ 284 പേരാണ് ഭരണഘടനയിൽ ഒപ്പുവെക്കുന്നത്. 284 പേര് ഭരണഘടനയിൽ ഒപ്പുവെച്ചു. കുറച്ചുപേർ അന്ന് എത്തിയില്ല. അതുകൊണ്ടാണ് 299 പേരുണ്ടായിരുന്നല്ലോ സാറേ, പിന്നെന്താ 284? കുറച്ചു പേര് എത്തിയില്ലടാ, ഏകദേശം 15 പേര് എത്തിയില്ല. അപ്പൊ 284 പേര് ഭരണഘടനയിൽ ഒപ്പുവെക്കുകയാണ്. അങ്ങനെ അന്ന് തന്നെ എന്ത് ചെയ്യുകയാണ്? ഭരണഘടനാ നിർമ്മാണ സമിതി എന്ത് ചെയ്യാണ്? ആ സഭ എന്ത് ചെയ്യുകയാണ്? രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടത്തുകയാണ്. കാരണം അന്ന് ഈ പറയുന്ന പോലത്തെ ഇന്ന് ഈ കാണുന്ന രീതിയിൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് ഭരണഘടനാ നിർമ്മാണ സഭ തന്നെ എന്ത് ചെയ്യുകയാണ്? രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടത്തുകയാണ്. അങ്ങനെ എന്താണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലെ? യെസ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അന്ന് തിരഞ്ഞെടുക്കുകയാണ്. രാഷ്ട്രപതിയായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കുകയാണ്. അന്ന് തന്നെ നമ്മുടെ ദേശീയഗാനമായിട്ട് ജനഗണമനയും ദേശീയഗീതവും അംഗീകരിക്കുകയാണ്. ദേശീയഗീതം വന്ദേ മാതരം, ദേശീയഗീതവും അംഗീകരിക്കുകയാണ്. അപ്പൊ ദേശീയഗാനവും ദേശീയഗീതവും അന്ന് എന്ത് ചെയ്യാണ്? അംഗീകരിക്കുകയാണ്. അപ്പം 4 കാര്യങ്ങളാണ് ജനുവരി 24 നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന മീറ്റിംഗ് നടക്കുന്നു. അതോടൊപ്പം തന്നെ അന്ന് ഭരണഘടനയിൽ 284 പേർ ഭരണഘടനയിൽ ഒപ്പുവെക്കുകയാണ്. 284 പേര് ഭരണഘടനയിൽ ഒപ്പുവെക്കുകയാണ്. അന്ന് തന്നെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്, ഭരണഘടനാ നിർമ്മാണ സഭയാണ് അന്ന് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടത്തുന്നു. അന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കുന്നു. ദേശീയഗാനവും ദേശീയഗീതവും സഭ അംഗീകരിക്കുന്നു. ഇത്രയും സെറ്റാണോ? ഇനിയും അടുത്തതാണ് 1950 ജനുവരി 26. ജനുവരി 26 പ്രത്യേകത എന്താണ്? റിപ്പബ്ലിക് ഡേ ആണ്. യെസ്, എന്താണ്? നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ്. നമ്മുടെ ഭരണഘടന നിലവിൽ വന്നു. അപ്പൊ നവംബർ 26 ദേശീയ ഭരണഘടനാ ദിനമാക്കാൻ കാരണം എന്താ? അത് സഭ ആ ഡ്രാഫ്റ്റ് രൂപം അംഗീകരിച്ച ദിവസമാണ്. ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് രൂപം സഭ അംഗീകരിച്ചതാണ് നവംബർ 26. ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നത്. ദേശീയ ചിഹ്നം അംഗീകരിക്കുകയാണ്. ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആവുകയാണ്. നമ്മൾ എന്താണ്? ഇന്ത്യ റിപ്പബ്ലിക് ആയി മാറുകയാണ്. എന്താണ്? ഇന്ത്യ റിപ്പബ്ലിക് ആയിട്ട് മാറുകയാണ്. അപ്പൊ വലിയൊരു കണ്ടന്റ് ആണ് ശരിക്കും ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇനി ഒരു ഡേറ്റ് കൂടി ഉണ്ട്, 28. ഞാൻ പറഞ്ഞിരുന്നു ജനുവരി 28 കൂടി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇനി ജനുവരി 28 എന്താ? എടാ, ജനുവരി 28 1950 ജനുവരി 28 സുപ്രീം കോടതി ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചു. അതായത് സുപ്രീം കോടതി നിലവിൽ വരുന്നു. അപ്പൊ സുപ്രീം കോടതി നിലവിൽ വരുന്നത് എന്നാണ്? 1950 ജനുവരി 28 സുപ്രീം കോടതി നിലവിൽ വരുന്നത്. 1950 ജനുവരി 28 സുപ്രീം കോടതി നിലവിൽ വരുന്നത്. ഇത്രയും കാര്യമാണെടാ ഓർത്ത് വെക്കാനുള്ളത്. സെറ്റായോ? ഹൈ കണ്ടന്റ് ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണിത്. ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് ഈ ഡേറ്റുകളെല്ലാം ഒന്ന് ഓർത്ത് പറയാം. നമ്മൾ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും 4 ക്ലാസ് കഴിഞ്ഞു. ഇതിപ്പോ 5ാമത്തെ ക്ലാസ് അല്ലേ? ഈ 5ാമത്തെ ക്ലാസ്സിൽ ആയി നിൽക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ ഡേറ്റും ഞാൻ പറയാം. 1940 മുതലാണ് നമ്മൾ പറയേണ്ടത്. 1940 ഓഗസ്റ്റ് 8. ഓർക്കുന്നുണ്ടോ? ക്ലാസ് കണ്ടവർക്കറിയാം, ഓഗസ്റ്റ് ഓഫർ ആണ്. 1942 മാർച്ച് 22 ക്രിപ്സ് മിഷൻ എത്തുന്നു. മാർച്ച് 22 ക്രിപ്സ് മിഷൻ. 1945 വേവൽ പ്ലാൻ. വേണമെങ്കിൽ ഇവിടെ എഴുതി കൂടെ തരാം അല്ലേ നിങ്ങൾക്ക്? ഇപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും. ക്രിപ്സ് മിഷൻ, ഇത് ഓഗസ്റ്റ് ഓഫർ.
പിന്നെന്താണ് ഈ വേവൽ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടി 1946 മാർച്ച് 24-ാം തീയതി ഒരു ഗ്രൂപ്പ് വരികയാണ്. മാർച്ച് 26 നമ്മുടെ ഏതാണ് ക്യാബിനറ്റ് കമ്മിറ്റി അല്ലെ, ക്യാബിനറ്റ് ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി അല്ലെങ്കിൽ ക്യാബിനറ്റ് മിഷൻ. അങ്ങനെ 1946 പിന്നെ അടുത്ത ഡേറ്റ് ആണ് ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നു. ഡിസംബർ 9 ആദ്യ മീറ്റിംഗ്, ഡിസംബർ 11 അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡിസംബർ 13 നമ്മൾ എന്താണ് ലക്ഷ്യപ്രമേയം നമ്മൾ അവതരിപ്പിക്കുകയാണ്. അത്രയും 1946 നടക്കുന്ന കാര്യമാണ്. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് ഞാൻ ഒന്നുകൂടെ റിവിഷൻ ചെയ്യുകയാണ്. ഇനി 1947 ഡേറ്റുകളാണ്. 1947 ജനുവരി 22. ജനുവരി 22 എന്താണ്, വേഗം പറഞ്ഞേടാ. ജനുവരി 22 ലക്ഷ്യപ്രമേയം പാസ്സാക്കുകയാണ്. ജൂലൈ 22 എന്താണ്, ജൂലൈ 22 ദേശീയ പതാക അംഗീകരിക്കുന്നു. ഓഗസ്റ്റ് 14 എന്താണ്, വിഭജന ശേഷം ആദ്യമായി സമ്മേളിക്കുകയാണ്. അതിനുശേഷം ഓഗസ്റ്റ് 29 ഓഗസ്റ്റ് 29 എന്താ, നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ 7 അംഗങ്ങൾ ഉൾപ്പെടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നു. അതില് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്താണ് ചെയർമാൻ ആയിക്കൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ ചെയർമാൻ ആവുന്നു. 7 അംഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ അംഗം ഡോക്ടർ ബി ആർ അംബേദ്കർ, രണ്ടാമത്തെ കെ എം മുൻഷി, മൂന്നാമത്തെ എന്താണ് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, നാലാമത്തെ മുഹമ്മദ് സാദുള്ള, അഞ്ചാമത്തെ ആൾ ആരാണ്, ഗോപാലസ്വാമി അയ്യങ്കാർ, ആറാമത്തെ ആൾ ആരാണ്, ഡി പി ഗെയ്ത്താൻ. അദ്ദേഹത്തിന്റെ മരണശേഷം ആര് വരികയാണ്, ടി ടി കൃഷ്ണസ്വാമി. ഏഴാമത്തെ ആളാണ് മക്കളെ ബി എൽ മിത്തർ. അദ്ദേഹത്തിന്റെ രാജിക്ക് ശേഷം ആര് വരുന്നു, മാധവ റാവു വരുന്നു. അങ്ങനെ 7 അംഗങ്ങളാണ് ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇനി നവംബർ 14 കൂടി നിങ്ങൾ പഠിക്കണം. നവംബർ 17 എന്താ സംഭവിച്ചത്, നിയമനിർമ്മാണ സഭ വരുന്നു. ആ നിയമനിർമ്മാണ സഭയ്ക്ക് സ്പീക്കർ ആയിട്ട് ആര് വരുന്നു, ജി വി മാവുലങ്കർ എത്തുകയാണ്. ഇത്രയും സെറ്റ് ആണല്ലോ. ഇത്രയുമാണ് 47 നിങ്ങൾ ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട ദിവസങ്ങൾ. ഇത് നിങ്ങളൊരു ബുക്കിലേക്ക് ഇങ്ങനെ എടുത്ത് എഴുതുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും നിങ്ങൾക്ക് കേട്ടോ. ഇനി 48 ദിവസങ്ങൾ ഏതൊക്കെയാ ഓർക്കേണ്ടത്, 48 വലിയ ഇമ്പോർട്ടന്റ് അല്ല. 48 ഫെബ്രുവരി മാസം ഓർത്തു വെക്കുക. ഫെബ്രുവരി മാസത്തിലാണ് ഫസ്റ്റ് ഡ്രാഫ്റ്റ് നമ്മൾ പുറത്തിറക്കുന്നത്. അതിനുശേഷം ഒക്ടോബർ നിങ്ങൾ ഓർത്തു വെക്കുക. ഒക്ടോബറിലാണ് നമ്മുടെ സെക്കൻഡ് ഡ്രാഫ്റ്റ് പുറത്തിറക്കുന്നത്. അതിനുശേഷം നവംബർ 4 ഓർക്കണേ. നവംബർ 4 നമ്മൾ തേർഡ് ഡ്രാഫ്റ്റ് ഒരുക്കുന്നു. അതിൽ സഭയിൽ ആദ്യ വായനയും നടക്കുന്നത് അന്ന് തന്നെയാണ്. അതിനുശേഷം രണ്ടാം വായന എന്നാ നടക്കുന്നതെന്ന് വെച്ചാൽ നവംബർ 15 മുതൽ ഒക്ടോബർ 17 വരെയാണ് രണ്ടാം വായന നടക്കുന്നത്. അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1948 നവംബർ 15 മുതൽ 1949 അടുത്ത വർഷം ചെല്ലും. 1949 വരും കേട്ടോ. 1949 ഒക്ടോബർ 17 വരെ രണ്ടാം വായനയാണ്. അത് ക്ലോസ് ബൈ ക്ലോസ് പരിഗണനയാണെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. രണ്ടാം വായന. ഇനി മൂന്നാം വായന എന്നായിരുന്നു, മൂന്നാം വായന നവംബർ 14. അന്ന് മൂന്നാം വായനയാണ്. അതപ്പോ വർഷം മാറി, അത് ഓർക്കണേ. അപ്പൊ വർഷം മാറി, 1949 ആയി. 1949 കേസൊക്കെ ഞാൻ ഇവിടെ പറയാം. 1949 നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഡേറ്റ് നവംബർ 14 ഓർത്തു വെക്കുക. നവംബർ 14 മൂന്നാം വായന. ഇനി 26 നവംബർ 26 ഏറ്റവും വലിയ പ്രത്യേകതയാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കുക. അന്ന് ഡ്രാഫ്റ്റ് രൂപം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്ന ദിവസമാണ് നവംബർ 26. അപ്പൊ അന്ന് തന്നെ നിയമദിനമായിട്ട് അറിയപ്പെടുന്നുണ്ട്. ദേശീയ ഭരണഘടനാ ദിനം, അത് സംവിധാൻ ദിവസം എന്നറിയപ്പെടുന്നു. ഇതെല്ലാം ഓർത്തു വെക്കുക. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയ ഏക ഡേറ്റ് നവംബർ 26 ആണ്. അപ്പൊ അത്രയും 1949 ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക. ഇനി 1950 ഏതൊക്കെ ഡേറ്റ് ഓർത്തു വെക്കേണ്ടത്, ജനുവരി മാസം മാത്രം ഓർത്താൽ മതിയാവും. ജനുവരി 24, ജനുവരി 26, ജനുവരി 28 കഴിഞ്ഞു. ജനുവരി 24 നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന മീറ്റിംഗ് ആണ്. അന്ന് 284 പേര് ഭരണഘടനയിൽ ഒപ്പുവെക്കുകയാണ്. അന്ന് തന്നെ എന്താണ്, രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടത്തുന്നു.
ഭരണഘടനാ നിർമ്മാണ സഭ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടത്തുന്നു. അതോടൊപ്പം തന്നെ എന്താണ് അന്ന് യെസ് അത്രയും കാര്യങ്ങളാണ് അല്ലെ. പിന്നെ ദേശീയ ഗാനം ദേശീയ ഗീതം അംഗീകരിച്ചു. ഇനി 26-ന് എന്താണ് നമ്മുടെ ഭരണഘടന നിലവിൽ വരികയാണ്. റിപ്പബ്ലിക് അല്ലെ, ഇന്ത്യ റിപ്പബ്ലിക് ആവുകയാണ്. നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നു അല്ലെ. 28-ന് സുപ്രീം കോടതി എന്താണ് പ്രവർത്തനം ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. സുപ്രീം കോടതി നിലവിൽ വരുന്നത് ജനുവരി 28-നാണ്. ഇത്രയും കാര്യങ്ങൾ സെറ്റാണോ? വേഗം പറഞ്ഞേ. ഇനി ദേശീയ ചിഹ്നം അംഗീകരിച്ചത് ജനുവരി 26-നാണ്. ദേശീയ ചിഹ്നം അംഗീകരിച്ചത് സംശയമില്ലല്ലോ. ദേശീയ ചിഹ്നം അംഗീകരിച്ചത് ദാ ഇവിടെ പറയുന്നുണ്ട്. ദേശീയ ചിഹ്നം അംഗീകരിച്ചത് 26-ന് ദേശീയ ചിഹ്നം കേട്ടോ. ഓക്കെ 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 റെഡി 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 സെറ്റ്. അപ്പം ജനുവരി 24-നാണ് നമ്മളുടെ ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ചത്. ദേശീയ ചിഹ്നം ജനുവരി 26-നാണ് അംഗീകരിച്ചത്. റെഡി ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യമാണ് മക്കളെ നമ്മുടെ ഈ ഒരു സെക്ഷനിൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ഇന്നത്തെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈ കണ്ടന്റ് ഉള്ള ഒരു സെക്ഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് എത്രമാത്രം റെഡി ആയി എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇതുകൊണ്ട് തീരുകയല്ല നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ, ഇതുകൊണ്ട് തീരുകയല്ല. നമുക്കിനി കുറച്ച് പാർട്ട് കൂടി കഴിഞ്ഞാലേ ഭരണഘടനാ നിർമ്മാണ സഭ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അടുത്ത പാർട്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനലിൽ വരുന്നതാണ്. റിവിഷനും ഒക്കെ വരുന്നതാണ്. നമ്മുടെ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.